നമസ്കാരം. ആരോഗ്യരംഗം തങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് കേരളം വാദിക്കുമ്പോഴും അത് കേവലം പൊങ്ങച്ചം മാത്രമായി അവശേഷിക്കുകയാണോ? ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കയ്യിൽ വകുപ്പ് അത്ര ഭദ്രമല്ലെന്ന് തെളിവാണ് പുറത്തുവരുന്ന പല വാർത്തകളും. വ്യാജമരുന്നുകൾ വിപണിയിൽ നിറയുന്നത് സംബന്ധിച്ച വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വ്യാജന്മാർ വിപണി ഭരിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലിരിക്കുന്ന അധികാരികൾക്ക് ഇതൊന്നും അറിയണമെന്ന താല്പര്യം ലെവലേശം ഇല്ല എന്നതാണ് സത്യം. നിലവാരമില്ലാത്ത മരുന്നുകൾ വിപണിയിൽ നിറഞ്ഞാൽ അവയ്ക്കെതിരെ നടപടി എടുക്കുക എന്നതാണ് പ്രധാനം. നിലവാരമില്ലാത്ത മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ അടപ്പിക്കുക, താൽക്കാലികമായി ലൈസൻസ് റദ്ദാക്കുക, കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക, താക്കീത് നൽകുക തുടങ്ങിയ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. കൃത്രിമം കാണിക്കുന്ന കമ്പനികൾക്ക് നോട്ടീസ് നൽകുകയും ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയ മരുന്നുകൾ വിപണിയിൽ നിന്നും പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നതിനപ്പുറം ഈ മരുന്നുകൾ വിപണിയിൽ ഉണ്ടോ, തുടർന്നും ഈ മരുന്നുകൾ വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിൽ ആരോഗ്യവകുപ്പ് വമ്പൻ പരാജയമാണ് എന്ന കാര്യം പറയാതിരിക്കാനാവില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നടക്കം വിപണിയിലേക്ക് ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ ഒഴുക്ക് തുടരുകയാണ്. ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയാണ് സുലഭമായി വിറ്റഴിക്കപ്പെടുന്നത്. അതായത് ഡിസംബർ അവസാനം നടത്തിയ സാമ്പിൾ പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തിയ 135 മരുന്നുകൾ പിടിച്ചെടുത്തിരുന്നു. സെൻട്രൽ ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷനാണ് മരുന്നുകളുടെയും ഉൽപ്പാദകരുടെയും ലിസ്റ്റ് പുറത്തുവിട്ടത്. ഹൃദ്രോഗം, പ്രമേഹം, രക്തസമ്മർദ്ദം, ഉദരരോഗങ്ങൾ, തൈറോയിഡ്, പനി, അലർജി തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകളും പാരസെറ്റമോൾ, വിവിധ വൈറ്റമിൻ, ആന്റിബയോട്ടിക് ഗുളികകളും വേദന സംഹാരികളുമൊക്കെ എല്ലാ മാസവും നിരോധിക്കുന്ന മരുന്നുകളുടെ പട്ടികയിലുണ്ട്. കഴിഞ്ഞ ജൂണിൽ 53 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഗുണമേന്മ ഇല്ല എന്നാണ് കണ്ടെത്തിയത്. സെപ്റ്റംബറിലാകട്ടെ 156 മരുന്നുകൾക്കാണ് വിലക്കേർപ്പെടുത്തിയത്. പ്രമുഖ കമ്പനികളുടെ മരുന്നുകളുടെ ഗുണനിലവാരം അറിയാനായി നടത്തുന്ന പരിശോധന എല്ലാ മാസവും ആവർത്തിക്കുന്ന ഒരു സാധാരണ നടപടി എന്നതിനപ്പുറം കൂടുതൽ ശ്രദ്ധയൊന്നും അധികാരികൾ നൽകുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഈ തണുത്ത സമീപനം നടത്തുന്നത് ആശങ്കയാണ്. രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന അധികാരികളുടെ ഈ സമീപനത്തെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.